ശക്തമായ കാറ്റിലും മഴയിലും തെക്കൻ മലയോര മേഖലയിൽ കനത്ത കൃഷിനാശം. വെള്ളറട, അമ്പൂരി, പെരുങ്കടവിള അടക്കമുള്ള പഞ്ചായത്തുകളിൽ ഏക്കർ കണക്കിന് കൃഷി ചെയ്തിരുന്ന വാഴയും മരച്ചീനിയുമാണ് ശക്തമായ കാറ്റിൽ ഒടിഞ്ഞു വീണത്. പെരുങ്കടവിള തത്തിയൂർ ശ്രീ ഭദ്രകാളി ക്ഷേത്രഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തിരുന്ന കർഷകർക്ക് 5 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമുണ്ടായി. കനത്ത കാറ്റിലും മഴയിലും കൃഷി നശിച്ചപ്പോൾ ദുരിതത്തിലായത് ബാങ്കിൽ നിന്നും വായ്പയെടുത്ത് കൃഷി ചെയ്ത കർഷകരാണ്. തലസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം രാത്രി ശക്തമായി പെയ്ത മഴയിലും അതുപോലെ തന്നെ 50 കിലോമീറ്റർ വേഗതയിൽ വീശിയടിച്ച കാറ്റിലും വലിയ ദുരിതമാണ് തലസ്ഥാനത്തെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ഉണ്ടായത്. പ്രത്യേകിച്ചും മലയോര പ്രദേശങ്ങളിലെ കർഷകർക്ക് വലിയ ദുരിതം വിതച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. വാഴ കൃഷി ചെയ്തിരുന്ന കർഷകർക്കാണ് വലിയ നഷ്ടമുണ്ടാക്കിയിരിക്കുന്നത്. ഓണം വിപണിയോടനുബന്ധിച്ച് തന്നെ കൃഷി വിപണിയിൽ എത്തിക്കാൻ തക്ക പാകത്തിലായിരുന്നു കൃഷി ചെയ്തത്. പക്ഷേ വലിയ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു നഷ്ടം നിലവിൽ ഉണ്ടാക്കിയിരിക്കുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, ഏറെക്കാലമായിട്ട് കൃഷി ചെയ്ത് വരികയാണ്. ഇങ്ങനെ ഒരു ദുരിതം പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഇനി എന്തെങ്കിലും കൃഷി വകുപ്പിന്റെ കീഴിൽ നിന്ന് എന്തെങ്കിലും പരിഹാരമൊക്കെ ഉണ്ടോ? ചെയ്യാമെന്ന് പറയുന്നുണ്ട്. MLA വന്നു, അദ്ദേഹം വില്ലേജ് ഓഫീസറെ വിളിച്ചു, കൃഷി ഓഫീസറെ വിളിച്ചു, അവരെല്ലാം വന്നു, എല്ലാം നോക്കി ഫോട്ടോ ഒക്കെ എടുത്തു പോയിക്കുന്നു. ഇനി എന്ത് ചെയ്യുമെന്നുള്ളത് നമുക്കറിയില്ല. എന്തെങ്കിലും ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ഭൂമി 2 വർഷത്തേക്ക് പാട്ടത്തിനെടുത്താണ് കൃഷി ചെയ്ത് വരുന്നത് നിങ്ങൾ കൂട്ടമായിട്ട്. മുൻകാലങ്ങളിൽ ഇങ്ങനെ ഒരു നഷ്ടം ഉണ്ടായിട്ടുണ്ടോ? മുമ്പ് ഒരു 5-6 വർഷത്തിന് മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടുണ്ട്. കാറ്റ് വന്ന് ഇതെല്ലാം അടിച്ചു മറിച്ച് എല്ലാം ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ അതിനുശേഷം ഇപ്പോഴാണ് ഇപ്പം വന്നത്. കടമ വെച്ചിട്ട് ലോണൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് ഇത് പ്രതീക്ഷിച്ചത് എത്താൻ പറ്റിയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്, അതൊരു ബാധ്യതയായി മാറും. സൂചിപ്പിച്ചതുപോലെ തന്നെ ബാങ്കിൽ നിന്നൊക്കെ ഭീമമായിട്ടുള്ള വായ്പ എടുത്തുകൊണ്ടാണ് കർഷകർ രാപ്പകലില്ലാതെ, മഴയെന്നോ വെയിലെന്നോ ഇല്ലാതെ കൃഷി ചെയ്ത് വന്നിരുന്നത്. പക്ഷേ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്തരത്തിലൊരു ദുരിതം വന്നു ചേരുമെന്നുള്ളത്. പലിശക്കൊക്കെ എടുത്താണ് ഇതൊക്കെ ചെയ്തത്. പിന്നെ അടയ്ക്കാനാണ് പാട്. MLA പറഞ്ഞിട്ടുണ്ട്, എന്താണ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുൻപ് എപ്പോഴെങ്കിലും നഷ്ടപരിഹാരം കിട്ടിയിട്ടുണ്ടോ? ഇതിനു മുമ്പേ കിട്ടിയിട്ടുണ്ട്. കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടല്ലേ? പ്രതീക്ഷയുണ്ട്. എന്തായാലും വലിയ കനത്ത ഒരു തിരിച്ചടി തന്നെയാണ് കർഷകരെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്. കാരണം ഇനി വരുന്ന മണിക്കൂറുകൾ ഏറെ നിർണായകമാണ്. ആ കർഷകരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വിലപ്പെട്ട ഒരു സ്വപ്നമായിരുന്നു. അതുകൊണ്ട് തന്നെ സർക്കാർ അവരെ ചേർത്ത് പിടിക്കേണ്ടുന്ന ഒരു നിമിഷം കൂടിയാണ്, പ്രത്യേകിച്ചും കൃഷി വകുപ്പ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ. എന്തായാലും ഭീമമായിട്ടുള്ള നാശനഷ്ടങ്ങൾ തെക്കൻ മലയോര മേഖലകളിൽ ഉണ്ടായിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.